കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 2023 ഒരു കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം. നമ്മൾ മാക്സിമം 10 മിനിറ്റ് വീഡിയോ ഇടാറുള്ളൂ. നമുക്ക് നോക്കാം. ഒത്തിരി ആയാൽ പഠിക്കാനും പാടായിരിക്കും, എല്ലാവർക്കും ബോറടിക്കും. ഞാൻ പഠിക്കുന്ന രീതി അനുസരിച്ചാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ദയവായി സപ്പോർട്ട് ചെയ്യുക. പഠിക്കാം. ഒന്നാമത്, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ധാന്യം എന്ന് പറഞ്ഞാൽ മില്ലറ്റ്സ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്നത് 2023. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്നത്. രണ്ടാമത്, ആഗോള കുടുംബ ദിനം. ജാനുവരി 1 ആഗോള കുടുംബ ദിനം. സമാധാനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആഗോള കുടുംബ ദിനം ആചരിക്കുന്നത്. ആഗോള കുടുംബദിനം ജാനുവരി 1 സമാധാനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആചരിക്കുന്നതാണ് ആഗോള കുടുംബദിനം. ഇനി 2022 ഡിസംബറിൽ അന്തരിച്ച മുൻ പോപ്പ് ആയതാണ് ബെനഡിക്ട് 16. ബെനഡിക്ട് 16 2022 ഡിസംബറിൽ അന്തരിച്ച മുൻ പോപ്പ്. ഇനി ആഭ്യന്തര കുടിയേറ്റക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന സംവിധാനമാണ് റിമോട്ട് വോട്ടിംഗ് മെഷീൻ. റിമോട്ട് വോട്ടിംഗ് മെഷീൻ ആഭ്യന്തര കുടിയേറ്റക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന സംവിധാനം റിമോട്ട് വോട്ടിംഗ് മെഷീൻ. റിമോട്ട് വോട്ടിംഗ് മെഷീൻ. നെക്സ്റ്റ്, തദ്ദേശീയ കായിക ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ ഗെയിംസ്. അപ്പം തദ്ദേശീയ കായിക ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ ഗെയിംസ്. ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ഏതാണ്? മൊതേര. ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം മൊതേര. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യാണ്. ചോദിക്കാൻ ഈ ഗ്രാമമായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് PSCക്ക്. ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം മൊതേര. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടം. നെക്സ്റ്റ്, സ്കിൽ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് തൊഴിൽക്ഷമതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. സ്കിൽ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് തൊഴിൽക്ഷമതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. 2023 ഡിസംബർ പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഹരിയാനയാണ്. എന്നാൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഒഡീഷയാണ്. അപ്പം 2023 ഡിസംബറിലെ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ ഏറ്റവും കൂടിയത് ഏത് സംസ്ഥാനം? ഹരിയാന. ഏറ്റവും കുറവെന്ന് പറയുന്നത് ഒഡീഷയിലാണ്. ഇന്ന് നമ്മളൊരു 10 GK കറണ്ട് അഫേഴ്സാണ് നോക്കിയത്. ഫസ്റ്റ്, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023 ആഗോള കുടുംബ ദിനമായിട്ട് ആചരിക്കുന്ന ജാനുവരി 1. എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സമാധാനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് ആഗോള കുടുംബ ദിനം ആചരിക്കുന്നത്. 2023 ഡിസംബറിൽ അന്തരിച്ച മുൻ പോപ്പ് ബെനഡിക്ട് 16 ആഭ്യന്തര കുടിയേറ്റക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് റിമോട്ട് വോട്ടിംഗ് മെഷീൻ. തദ്ദേശീയ കായിക ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ ഗെയിംസ്. മൊതേര എന്താണ്? ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമമാണ് മൊതേര. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടമാണ്. സ്കിൽ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് തൊഴിൽക്ഷമതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2023 ഡിസംബർ പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സ്ഥലം ഹരിയാനയാണ്. തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഒഡീഷ. തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഹരിയാന, ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഒഡീഷയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ദയവായി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.